ഏവർക്കും വിനീത നമസ്കാരം. 2024 രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ പരസ്യമായിട്ട് BJPക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും വലിയ രീതിയിൽ BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചും നേതൃത്വത്തെ സംബന്ധിച്ചും വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, തർക്കമില്ല. അതിന്റെ ഉദാഹരണമായിരുന്നു തൃശ്ശൂർ. അപ്പോൾ ഈ വട്ടം തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരിനേക്കാൾ കൂടുതൽ BJP എന്നും വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന കേരളത്തിലെ ഏക പാർലമെന്റ് സീറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. വർഷങ്ങളായിട്ട് BJP തന്നെയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ വട്ടം കുമ്മനം രാജശേഖരൻ സാറ് മത്സരിച്ച ആ ഒരു സമയത്തെല്ലാം BJPക്ക് 3,15,000 വോട്ടുകൾ ലഭിച്ച ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത് സാധിച്ചു. പക്ഷേ ആ സമയത്ത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചുകൊണ്ട് അവിടെ നിന്ന് വിജയിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോ കൊടുത്തിരിക്കുന്ന ഒരു രഹസ്യ വിവരം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ രാജ്യത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെ പുറത്തു വിടുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ തന്നെ പരസ്യമായിട്ട് പുറത്തു വിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ശശി തരൂരോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ പരാജയപ്പെടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ശശി തരൂർ പരാജയപ്പെടുമ്പോൾ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുള്ളത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIയുടെ സീറ്റായിട്ടുള്ള പൂർണ്ണമായിട്ടും വർഷങ്ങളായിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIക്കോടെ അല്ലെങ്കിൽ LDFന് ഒരു കാരണവശാലും അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് BJP തന്നെയാണ്. BJP വെറുതെ അങ്ങോട്ട് ജയിക്കും എന്നുള്ള ഒരു കാര്യമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവർ പറയുന്നതിൽ തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കെടുതി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം കാണാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഓൾറെഡി ഒരു സ്ഥലത്തും സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണുന്നത് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ മോദിജിയുടെ നിലപാടുമാണെന്നതിലും തർക്കമില്ല. അപ്പോൾ ഇത് ജനങ്ങൾ ഇത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ബാർസലോണയാക്കുമെന്നുള്ള രീതിയിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നഗരങ്ങളെ പോലെ തിരുവനന്തപുരത്തെ ഞാൻ വൈകാതെ തന്നെ ആക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ജനങ്ങളെ കബളിപ്പിച്ച് വിജയിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് അവിടെ നിന്ന് വിജയിച്ചു പോയ ശശി തരൂരിന് എന്താണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്ത് കാണിക്കാൻ സാധിച്ചതെന്ന് നോക്കുമ്പോൾ അത് സീറോയാണ്. കൂട്ടത്തിൽ ശശി തരൂര് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിനെതിരെ നിൽക്കുന്നു, സോണിയ കുടുംബത്തിനെതിരെയെല്ലാം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അത് വലിയ തരത്തിൽ തന്നെ ഈ ശശി തരൂരിനോട് ഒരു എതിർപ്പുണ്ട്. സംസ്ഥാന നേതൃത്വവും ഇതുപോലെ തന്നെ ഒരു നിലപാടാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ശശി തരൂരുടെ മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണെന്നുള്ള നിലയിലേക്കുള്ള ചില ആളുകളുടെ ഇടയിൽ ഒരു പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള സംസാരമുണ്ട്. അപ്പോൾ ഈ സംസാരമൊന്നും VD സതീശനോ സുധാകരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കോ ഇവർക്ക് ആർക്കും തന്നെ ഇത് പിടിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ രാഷ്ട്രീയ ചിന്താഗതി, അവരുടെ രാഷ്ട്രീയ ഭാവിക്കെല്ലാം ശശി തരൂർ ഒരു വിലങ്ങ് തടിയാക്കാനുള്ള സാധ്യത തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ടും ശശി തരൂരിനെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശശി തരൂരിനെ പരാജയപ്പെടുത്താനുള്ള നിലപാട് കൂടി കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് മികച്ച ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ നിസ്സംശയം പറയാം അവിടെ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കിക്കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വിജയിക്കാനായിട്ട് സാധിക്കും. തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങളുടെ ഹൃദയത്തിൽ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ശോഭന പോലും പരസ്യമായിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് എനിക്കിവിടെ ഈ വേദിയിൽ എത്തി നിൽക്കാൻ, മോദിജിയുടെ മുന്നിൽ എത്തി നിൽക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കാണുകയാണെന്നുള്ള രീതിയിലേക്ക് ശോഭനയെ പോലെ ഇത്രയും ഒരു വലിയൊരു ജനകീയ മുഖം അത് പരസ്യമായിട്ട് BJPയുടെ വേദിയിൽ നിന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെയുള്ള സ്ത്രീകളുടെ ഇടയിൽ BJP ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വാധീനം എന്താണ്. ശശി തരൂർ ഒരു മോശം നേതാവാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിസാരമായിട്ട് പരാജയപ്പെട്ടു പോകുമെന്നോ ഒന്നുമല്ല. ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ മികച്ച നേതാക്കന്മാരിൽ ശശി
തരൂരിന് മുൻപന്തിയിലുള്ള ഒരു സ്ഥാനമുണ്ട്, തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഒരു ആഗോള തലത്തിലടക്കം അദ്ദേഹം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സുഖകരമായിട്ട് വിജയിച്ചു പോകാനുള്ള സാധിച്ചത്. പക്ഷെ ആ സുഖം ഇനി ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയട്ടെ, ശശി തരൂർ എന്ന് പറയുന്ന MP അദ്ദേഹം ഒരു പരാജയം തന്നെയാണ്. ആ പരാജയത്തെ കൃത്യമായിട്ട് BJP ഈ തവണ മുതലെടുക്കും. BJPയുടെ പല പല നോട്ടങ്ങളുണ്ട്, പല മണ്ഡലങ്ങളും. അത് തൃശ്ശൂരൊക്കെ ഏത് ലെവലിൽ കിടന്നിരുന്നാണ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയത് വെറും 1,02,000 വോട്ടുകൾ മാത്രമാണ്. ഈ 1,02,000 വോട്ടുകളിൽ നിന്ന് 2019 ആയ സമയത്ത് സുരേഷ് ഗോപി കേവലം ഒരു 10 ദിവസത്തെ പ്രവർത്തനം മാത്രമാണ് അവിടെ ചെയ്തത്. ഈ 10 ദിവസത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായ സമയത്ത് സംഭവിച്ചത് എന്താണ്? 1,02,000 വോട്ടുകൾ എന്നുള്ള ഒരു നിലയിൽ ശ്രീശൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് നേടിയെടുത്തതിൽ നിന്നും 1,91,000 വോട്ടുകൾ അധികം നേടി, കൂടുതൽ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് വെറും 10 ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുകയും, കൂടാതെ 2,93,000 വോട്ടുകളായിട്ട് തൃശ്ശൂർ പാർലമെന്റിൽ BJPയുടെ വോട്ട് ശതമാനം മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വെറും കേവലം നിസ്സാര ദിവസങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിക്ക് അന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം അവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോരോ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമായിരിക്കും. ഈ ചരിത്രത്തിൽ ഉടനീളം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന അല്ലെങ്കിൽ അണിയിച്ചൊരുക്കുന്ന രീതിയിലാണ് BJPയുടെ കാര്യങ്ങൾ നീക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ വനിതകളുടെ പരിപാടി ഈ തൃശ്ശൂരിൽ BJP സംഘടിപ്പിച്ചു. അപ്പോൾ ഇതേ സാഹചര്യം ഇന്ന് പല മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് സാധിക്കും. അപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ. BJPയെ സംബന്ധിച്ച് നിർണായക ശക്തിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പോലും BJP ഒരു പ്രതിപക്ഷമാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണാം. നിയോജക മണ്ഡലം BJP വിജയിച്ച ഒരു മണ്ഡലം തന്നെയായിരുന്നു, പിന്നീട് നഷ്ടപ്പെട്ടെങ്കിൽ പോലും. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളും BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ഇനി ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ നിലവിലെ കേന്ദ്രമന്ത്രി, ടെലികോം മന്ത്രിയാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പേരുകൾ ഒരുപാട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമായിട്ട് പറയേണ്ടത് നിർമ്മല സീതാരാമൻ്റെ തന്നെയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു വനിതാ നേതാവ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അവരെ സംബന്ധിച്ച് തിരുവനന്തപുരമായിട്ട് ഒരു ആഴത്തിലുള്ളൊരു ബന്ധം കൂടിയുണ്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്. ഓക്കി ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് പിണറായി വിജയനൊക്കെ പങ്കായത്തിന് അടികൊണ്ട് ഓടാൻ നിന്ന അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ട സമയത്തെല്ലാം തന്നെ അവിടെ ഇറങ്ങി സാധാരണ ജനങ്ങളെ തനതായ ശൈലിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാമാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലൊരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ നിർമ്മല സീതാരാമനെ സംബന്ധിച്ച് അവിടെ ഒരു സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് ശശി തരൂരിൽ നിന്ന് ഈ ഒരു സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ എന്താണെങ്കിലും ശശി തരൂർ തിരുവനന്തപുരത്ത് തോക്കുമെന്നുള്ളതിൽ ഇത്തവണ യാതൊരു തർക്കവുമില്ല. നന്ദി, നമസ്കാരം.